ദേവി ഭഗവതി എന്റെ മക്കളുടെ പഠിത്തം അങ്ങ് ഏൽപ്പിക്കുകയാണേ. അതുപോലെ ഇവളുമാരുടെ വായിൽ നിന്ന് നല്ലത് മാത്രം വരുത്തണേ, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കില്ലേ. മക്കളെ ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് പോട്ടെ. അയ്യോ, എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്നൊന്നും പൊക്കൂടാ. ബാ, ഇതൊരു മീറ്റിംഗ് കൂടിയാണ്. പൂജയൊക്കെയാണ്, 2 ദിവസം അവധിയാണ്, എല്ലാരും ഫ്രീ ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സമയമാണ്. എനിക്കാണെങ്കിൽ ഈ വീട്ടിൽ ഒരുപാട് പണിയുള്ളതാണ്. അപ്പൊ വീട്ടിലെ പണിയെല്ലാം നിങ്ങൾ എല്ലായിടത്തും ഈക്വൽ ഷെയറിൽ ഞാൻ വീതിച്ചങ്ങ് തരും. എല്ലാരും നല്ല വെട്ടിപ്പായിട്ട് അങ്ങ് ചെയ്തു തന്നോളണം. ഞാനും ചെയ്യണോ? അയ്യോ എല്ലാരും അത് പറ്റൂല. എന്ത് അമ്മ, വർഷത്തിൽ 2 ദിവസമാണ് പുസ്തകവും പേനയൊക്കെ എനിക്ക് മാറ്റി വെച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടുന്നത്. അത് അമ്മ ഇങ്ങനെ നശിപ്പിക്കല്ലേ അമ്മ, പ്ലീസ്. പറയുന്ന കേട്ട് കഴിഞ്ഞാലേ ഇവള് പഠിച്ചു പഠിച്ചങ്ങ് കൊമ്പത്തെത്തിയ പോലെയാണ്. അച്ഛൻ പഠിച്ച് അങ്ങ് കൊമ്പത്തല്ലേ പോയത്. ആരും ഒന്നും പറയണ്ട, അതങ്ങ് കൃത്യമായിട്ട് അങ്ങ് ചെയ്തു തന്നാ മതി. ഓക്കെ, അതൊക്കെ ചെയ്ത് തരാം. അപ്പൊ ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ഓ ശരി ശരി മാമ. കണ്ട ഇടുക്കനാണ് മാമ. അച്ഛാ പറച്ച എന്തോന്ന് പറയാ, മണി പറഞ്ഞ പണി എല്ലാരും കൂടെ ചെയ്തച്ചാ മതി. അത്രേ ഉള്ളൂ. ആ പിന്നെ മണി എന്നെ ഇതിന്ന് ഒഴിവാക്കണം. അത് ഇയാളെല്ലാരും പെടൂല്ലേ? പെടൂലെന്ന് വെച്ചാലേ ഏത് അവധി വന്നാലും എനിക്ക് നിറച്ചു പണിയാണ്. ഇപ്പൊ തന്നെ കുറെ ഫയലുകൾ നോക്കാണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിലെ പണിയും ഓഫീസിലെ പണിയും ബാലൻസ് ചെയ്യണം. അതാണ് ഗൃഹനാഥന് വേണ്ടത്. ഫയലേ ഞാൻ തന്നതല്ല, ബാങ്കിൽ നിന്ന് തന്നതാ. 2 ദിവസം അവധിയാണല്ലോ, വീട്ടിലെ കാര്യം നോക്കിയാൽ മതി. ഇപ്പൊ അവധിയാണ്, ഒത്തിരി പണിയുണ്ടെന്ന് അതില്. മിണ്ടിപ്പോരുത് കേട്ടല്ലോ. തരുന്ന പണി അങ്ങ് ചെയ്താൽ മതി. നിന്നോടും കൂടി ചേർത്താ. അതെ, അപ്പൊ ലിസ്റ്റ് ആരൊക്കെ എന്തൊക്കെ പണി ചെയ്യണം എന്നുള്ളത് ഞാൻ അറിയിക്കുന്നതായിരിക്കും. അതനുസരിച്ചിട്ട് അങ്ങോട്ട് ചെയ്തു തുടങ്ങണം. ഞാൻ ഇവർ എല്ലാവരും പണിയുണ്ടോ ഞാൻ കട്ടക്ക് നോക്കിക്കോളാം. അല്ല, നിനക്കുള്ള പണി വേറെ ഉണ്ട് കേട്ടോ, അത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് ചെറിയ പണി എല്ലാവർക്കും ഒരേപോലെ. ലിസ്റ്റാ? എന്താണിത്? ലിസ്റ്റൊക്കെ നിങ്ങൾക്ക് എനിക്ക് എന്നെ ഒഴിവാക്കും. എനിക്ക് വേറെ ഒന്നുമില്ല, ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യാൻ തന്നെ. അത് നിങ്ങളങ്ങ് ചെയ്ത് വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. മാമ ഞാൻ ചെയ്യൂലെണ്ണ, ചുമ്മാ നിങ്ങൾ ചെയ്യാൻ വേണ്ടി. കുട്ടിയെടുത്താണ് കളി, നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുള്ളൂ. നിങ്ങളെ കൊണ്ട് ഞാനും ചെയ്യിപ്പിക്കും. ചുമ്മാ ഇരിക്കും, എനിക്ക് ഒത്തിരി പണിയുള്ളതാണ്. അതുപോലെ എനിക്ക് ഒരുപാട് പണിയുണ്ട്. നിനക്കത് ചുമ്മാ ഇരിക്കാനല്ലേ, ഉണ്ണിയാമനായിട്ട് വഴക്കൊടുക്കൊണ്ടിരിക്കാനല്ലേ? അതൊന്നുമല്ല, 365 ദിവസം ഉണ്ടെങ്കിൽ അത്രയും ദിവസം പണിയെടുത്തോണ്ടിരിക്കണവനാണ് ഞാൻ. ഏത് പണി? കുഴി മടിയ ബ്രെയിൻ വർക്ക്. എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം, കടയിൽ പോണ കാര്യം ഞാൻ നോക്കാം. അതാകുമ്പോ എളുപ്പ പണി. അല്ലെങ്കിലും കടയിൽ നിന്റെ അച്ഛൻ തന്നെ പോണത്. അതിന് പണിയല്ല തറഞ്ഞൂടാ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടാ, എന്നെ എക്സെപ്ഷൻ ഉണ്ട്. എനിക്ക് എന്നെ വിടും ചേട്ടത്തി, എന്നെ ആദ്യം ഒരു ജോലി ചെയ്യിപ്പിക്കും. അയ്യോ അതെന്ത്? അതാണ് നമ്മൾ തമ്മിലുള്ള ഇരിപ്പോശം. നല്ല ഇരിപ്പോശം. പക്ഷെ നീ ഉണ്ടല്ലോ, നീ ഇവിടെ കംപ്ലീറ്റ് തറയും തുടച്ച് മറ്റേ ഡിസിൻഫെക്ടർ ക്ലീനർ ഒക്കെ വെച്ച് ക്ലീൻ ചെയ്ത് കർട്ടനും നീ ഇവിടെ കഴുകിയിടണം. അമ്മ അങ്ങനെ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കണേ. അമ്മയ്ക്ക് അറിയാം ഞാൻ പഠിക്കുന്ന ഒരു കൊച്ചാണ്, കുറച്ച് റെസ്റ്റ് ഒക്കെ വേണം. കുറച്ച് റെസ്റ്റ്. എന്തിന്റെ റെസ്റ്റ്? നിന്റെ വായ്ക്കും വയറിനാണ് റെസ്റ്റ് വേണ്ടത്. നീ ഒരു കാര്യം ചെയ്യാ, ബുക്കിന് പകരം നീ ആ വായും വയറും കൊണ്ട് പൂജ വയ്ക്കാത്തുണ്ട്. അയ്യോ ഇത് മുറിച്ച് വെക്കാൻ പറ്റിയില്ല. മുറിക്കാതെ മൊത്തത്തിൽ കൊണ്ട് വെച്ചാൽ ബാക്കിയുള്ള പണി തരാൻ വേണ്ടി മാറിക്കൊണ്ട് സ്ഥിരം ഒന്നും പറയാനില്ല എനിക്ക്, ഞാൻ പോണം. എന്തമ്മാ? നീയേ പോയിട്ട് ബാക്കി എല്ലാരും വിളിച്ചോണ്ട് വാ. ഇതിനാണ് എന്നെ വിളിച്ചത്. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞ അവിടെ ഞാൻ വിളിച്ചോണ്ട് വരൂലായിരുന്ന? അപ്പൊ പറയാൻ എനിക്ക് തോന്നിയില്ല, ഇപ്പൊ പറഞ്ഞു. നീ പോയി വിളിച്ചോണ്ടോ. അപ്പോ അപ്പോ അങ്ങനെ വിളിക്കേണ്ടി വന്നില്ല, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. വയ്യമ്മ വയ്യമ്മ, എനിക്ക് എപ്പോഴും വയ്യ വയ്യ വയ്യ. എപ്പോഴാണ് വയ്ക്കും എന്ന് പറയണത്? തടിയാ. ഞാൻ പറഞ്ഞില്ലേ പൂജ അവധിയാണ്, പൂജയെ പ്രമാണിച്ച് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഓരോ പണി തരാന്ന്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് തീരുമാനമാക്കിയിട്ടുണ്ട്. എനിക്കൊരു പയ്യാടില്ല ആണല്ലേ, അതിനുള്ള മരുന്ന് ഞാൻ പറഞ്ഞുതരാം നിനക്ക്. ഇപ്പൊ ഡ്യൂട്ടി അസൈൻ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ്. റൂമിനകത്തുള്ള പൊടി മാറാലേക്ക് തട്ടി നല്ല ജനലേക്ക് നല്ല വൃത്തിയായിട്ട് തുടക്കണം. അപ്പോഴേ പൊടി അടിച്ചാക്കും. അപ്പൊ എല്ലാ പൊടിയും അടിച്ച് മാറാലേക്ക് തട്ടി തുടക്കേണ്ട ഡ്യൂട്ടി രവി ഏട്ടനെ. എല്ലാ മുറിയിലത്തെ ഞാൻ ചെയ്യണോ? ഫാനൊക്കെ തുടങ്ങണം. എല്ലാ പൊടിയും, ഒരു പ്ലേസും ഇല്ല. ഇനി അടുത്ത ജോലി വർക്ക്ഷോപ്പ്. അത് ഞാൻ ചെയ്തോളാം. അത് മാമൻ ചെയ്താൽ ശരിയാവൂല. അവിടെ ഭയങ്കര വെയിറ്റ് ഒക്കെ ഉള്ള വണ്ടിയുടെ പാർട്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും എടുത്തു മാറ്റാൻ മാമനെ കൊണ്ട് പറ്റില്ല. അതൊക്കെ എടുത്ത് മാറ്റി ആ കരി ഓയിലും ഗ്രീസും ഒക്കെ നല്ല വൃത്തിയായിട്ട് തുടക്കണം. അതപ്പോ രാമൻ ചെയ്യട്ടെ.
അതെന്തോ ചേട്ടത്തി ഇങ്ങനെ വൃത്തിയിടാക്കിട്ട് വർക്ക്ഷോപ്പ് ഞാൻ ചേട്ടത്തി നിന്റെ അച്ഛൻ വൃത്തിയാക്കിയിട്ട് തന്നെ വേറെ ആര് കുറച്ച് അച്ഛൻ നീ എന്നെ ചെയ്യും നീ പോയി ചെയ്യടാ. ഓക്കെ. കൂടെ നിന്നിട്ട് പണിയാന്ന് എന്ത് ചേട്ടത്തി പിന്നെ വീടിന്റെ മുറ്റവും പരിസരവും ഒക്കെ വൃത്തിയാക്കേണ്ട ഡ്യൂട്ടി മാമന്. ഓ ഞാൻ പറഞ്ഞു തെങ്ങിന്റെ മൂടെ കളച്ചിട്ട് ഉപ്പൊക്കെ ഇടണം. ഉപ്പ പോടാ. അതൊന്നും വേണ്ട, വൃത്തിയാക്കി തന്നാ മതി. ഇവര് അവരവരുടെ പണി തീർന്നിട്ട് ഇവരെല്ലാരും കൂടെ മാമനെ ഒന്ന് സഹായിക്കുകയും ചെയ്യും. അത് മതി അത് മതി. ഓക്കെ. പിന്നെ എനിക്കില്ലല്ലേ എനിക്കില്ലല്ലേ നിനക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പണി സിമ്പിൾ. ഇതാണ് എന്റെ അമ്മ കണ്ടുപിടി. ഇവിടുത്തെ ബാത്റൂം ഒക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാം. അയ്യേ അമ്മ ഒരു വൃത്തിയുടെ പണി എന്തിനമ്മ എനിക്കാണ് വൃത്തികെട്ട പണിയില്ല, വൃത്തിയാക്കണ പണി. അബ്ബാസിനെ വിട്ടുതരാം. അമ്മ എന്തോന്നമ്മ എന്തോന്നമ്മ ചുമ്മാ ഒന്നും ചെയ്താ പോരാ. ടൈലിന്റെ ഇടയിലൊക്കെ ഉള്ള അഴുക്കനൊക്കെ നല്ല വൃത്തിയായിട്ട് തുടച്ച് നല്ല തിളങ്ങണം. ഈർക്കലില് വേണമെങ്കിൽ പഞ്ഞി വെറ്റി തുടച്ചു. അപ്പൊ നിനക്ക് പണിയൊന്നുമില്ല? എനിക്ക് പണിയില്ലെന്നോ, അടുക്കള മൊത്തം ക്ലീൻ ചെയ്യണത് എന്റെ ഡ്യൂട്ടി. അത് അടുക്കള എപ്പോഴും ക്ലീൻ ആണല്ലോ. പിന്നെ അത് എന്റെ കഴിവ്. എല്ലാ ദിവസവും ഞാൻ വൃത്തിയായിട്ട് സൂക്ഷിക്കണോണ്ട് എന്റെ ജോലി കുറയും. പിന്നെ എല്ലാ പണിയും കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ ഞാൻ ആര് തരും? അമ്മ 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 മമ്മ. അമ്മ എപ്പോഴും ബാത്റൂം ക്ലീൻ ചെയ്ത് തരണല്ലേ, പിന്നെ ഞാൻ വീണ്ടും ക്ലീൻ ചെയ്യണോ? ഒന്നും പറയണ്ട, ഇങ്ങോട്ട് പോയി ചെയ്തോ എല്ലാരും. ഓക്കോ. അല്ല നിങ്ങൾ പോണ്ട, ഞാൻ പോണേ. എന്റെ പണി തുടങ്ങട്ടെ, സമയം വേസ്റ്റ് ആക്കാനില്ല. അയ്യോ അവള് എല്ലാ മുറിയിലും ജനലും വാതിലും ക്ലീൻ ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചേ. എന്തുമാത്രം പണിയുണ്ടെന്ന് അറിയുമോ? മക്കളെ നീയും കൂടെ വാടി. നീക്കി മോളെ. അച്ഛൻ ബാത്റൂമിന്റെ പാതി ക്ലീൻ ചെയ്യൂ. നിനക്ക് ആകെ ബാത്റൂം ക്ലീൻ ചെയ്താൽ പോരെ. എനിക്കാണെങ്കിൽ ഈ വീടിന്റെ എല്ലാ ജനലും വാതിലും ഒക്കെ ക്ലീൻ ചെയ്യണ്ടേ. ഈ വലിയ വീട്ടില് ഒരു ബാത്റൂമല്ലേ ഉള്ളൂ, എത്ര ബാത്റൂം ഉണ്ടെന്ന് അറിയോ? രാമ വണ്ടിയുടെ സാധനങ്ങളെല്ലാം വാരി ആക്രിക്കടയിൽ കൊടുത്താൽ ഞാൻ ആക്രിക്കട കൊടുക്കുക. മാമന്റെ കാര്യമാണോ പറഞ്ഞത്? വായി ചോദിച്ചു നോക്കിക്കൊണ്ടിരിക്കാതെ പോയി വർക്ക്ഷോപ്പിൽ വല്ല പണിയുണ്ടെങ്കിൽ ചെയ്യാറുണ്ട്. വർഷം പോയി നോക്കാം. കണ്ട ഞാൻ വർക്ക്ഷോപ്പ് ക്ലീൻ ആക്കാൻ ശനി വയ്യേ.